ഹായ് ഓൾ, എൻ്റെ പേര് അജ്വാസ് ഖാജ. അടുത്തിടെ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ന്യൂസാണ് മണിപ്പൂരിലെ സംഘർഷം. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മണിപ്പൂർ എന്ന് പറയുന്നത് 7 സിസ്റ്റേഴ്സിൽ പെട്ട ഒരു സ്റ്റേറ്റാണ്. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സ്റ്റേറ്റാണ്. ഏകദേശം 35 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയോട് ഉപമിക്കാവുന്ന പോപ്പുലേഷനാണിത്. അവിടെ 60 MLA-മാരുള്ളതിൽ 40 മെയ്തി വിഭാഗത്തിൽപ്പെട്ട MLA-മാരാണ്. അതായത് അവിടുത്തെ പോപ്പുലേഷന്റെ 53% മെയ്തികൾ എന്ന് പറയുന്ന ഗോത്ര വിഭാഗവും ബാക്കി വരുന്ന 47% ട്രൈബൽ ഗ്രൂപ്പ്സ്, അതായത് കുക്കീസ്, നാഗാസ് പോലെയുള്ള ട്രൈബൽ ഗ്രൂപ്പ്സുമാണ് വരുന്നത്. അത് മാത്രമല്ല, മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാൽ ഉൾപ്പെടുന്ന 10% ഏരിയയിൽ, പ്ലെയിൻ ഏരിയയിലാണ്, സമതലത്തിലാണ്. അവിടെയുള്ള പോപ്പുലേഷന്റെ മൊത്തം 65% ആളുകൾ താമസിക്കുന്നത് ഈ 10% വരുന്ന പ്ലെയിൻ ഏരിയയിലാണ്. ബാക്കി വരുന്ന 90%-ത്തിലാണ് നമ്മുടെ കുക്കീസ് അടക്കമുള്ള ട്രൈബൽ ഗ്രൂപ്പ്സുകൾ ഉൾപ്പെടുന്നത്. അവിടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ വരുന്നത് ബിരേൻ സിംഗ് ആണ്. അദ്ദേഹം മെയ്തി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ സംഘർഷം എന്നതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ഇതിന്റെ തുടക്കം വരുന്നത്. അവിടെയുള്ള മെയ്തികൾക്ക് പട്ടിക വർഗം, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന റിസർവേഷൻ വേണം എന്ന ഒരു ആവശ്യം അവർ കോടതിയിൽ ഫയൽ ചെയ്യുകയും അതിന്റെ ഭാഗമായി മണിപ്പൂർ ഹൈക്കോർട്ട് മണിപ്പൂർ ഗവൺമെന്റിനോട് ഒരു നിർദ്ദേശം വെക്കുകയും ചെയ്തു. ഈ വിഷയം പരിഗണിക്കാനും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയുള്ള കുക്കി വിഭാഗക്കാർക്ക് ഇതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുക്കി വിഭാഗക്കാർ ഓൾറെഡി ഷെഡ്യൂൾഡ് ട്രൈബാണ്. അവർ ഒരുപാട് റിസർവേഷൻ എൻജോയ് ചെയ്യുന്ന, അതിൽ വിദ്യാഭ്യാസത്തിലും ജോലിയിലൊക്കെ റിസർവേഷൻ കിട്ടുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഈ മെയ്തികൾക്ക് കൂടി ഈ പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് പദവി കിട്ടിക്കഴിഞ്ഞാൽ അത് തങ്ങളുടെ അവസരം കുറക്കും എന്നൊരു ഭീതിയിൽ നിന്നാണ് സംഘർഷം ഉണ്ടാകുന്നത്. ഏതാണ്ട് 1.5 വർഷത്തിനിടയ്ക്ക് 200 ആളുകൾ ഈ ഒരു സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെടുന്നത് മാത്രമല്ല, അംഗവിച്ഛേദം, കണ്ണ് ചൂഴ്ന്നെടുക്കൽ, ബലാത്സംഗം പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. 2 കുക്കി യുവതികളെ മെയ്തിയിൽ ചെറുപ്പക്കാർ നഗ്നരാക്കി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഇതിനകം വൈറലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വൈറലായ, ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ രാജ്യത്തിന് ചീത്തപ്പേരുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അവിടെ നടന്നത്. അതിനുശേഷം ഈ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ജീവനോടെ ചുട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ കഴുത്തറുത്ത നിലയിലാണ് കണ്ടെത്തിയത്. അവിടെയുള്ള നദികളിലും മറ്റുമൊക്കെ ഇതുപോലെയുള്ള മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു കലാപത്തിന് കാരണം ഉണ്ടാക്കി, അടുത്ത കാലത്ത് പെട്ടെന്ന് ഒരു കലാപം വീണ്ടും ഉണ്ടാവാൻ കാരണം ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് 3 കുട്ടികളെയും 3 സ്ത്രീകളെയും കുക്കി വിഭാഗത്തിൽപ്പെട്ട സായുധ ഗ്രൂപ്പുകൾ, മിലിറ്റന്റ് ഗ്രൂപ്പ്സ് അവർ തട്ടിക്കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തുകയുണ്ടായി. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പം ന്യൂസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാരണം. ഇനി ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ്. ഇതിന് വേണ്ടത് എന്തെങ്കിലും മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സൊല്യൂഷൻ ഒരിക്കലും ഇത് വർക്കൗട്ട് ആവില്ല. കേന്ദ്രസേനയെയും CRPF പോലുള്ള കേന്ദ്രസേനയും പോലീസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൽക്കാലത്തിന് ഇതിന് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നല്ലാതെ ലോങ് ടൈമിൽ ഒരിക്കലും അതൊരു സൊല്യൂഷൻ അല്ല. നമ്മുടെ രാജ്യത്തുള്ള മറ്റ് കാശ്മീർ മിലിറ്റൻസി, അതുപോലെ നെക്സലിസം, നോർത്ത് ഈസ്റ്റ് ഇൻസർജൻസി, ഇതൊക്കെ പോലെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗത്തിലൂടെ ഒരു പരിഹാരം കാണേണ്ടുന്ന ഒരു വിഷയമല്ല ഇത്. മറിച്ച് ഇതിന് ടോക്സ്, ഡയലോഗ്സ്, അതുപോലെ കോംപ്രമൈസ് പോലുള്ള നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളും മറ്റ് കൺസെൻസസുകളും, അതിലൂടെ മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുക. അതായത് ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ ആക്ഷൻ ഇതിന് ആവശ്യമാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1986-ൽ മിസോറാം സമാധാന ഉടമ്പടി എന്ന് പറയുന്ന, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയും അവിടെയുള്ള ഒരു ഇൻസർജന്റ് ഗ്രൂപ്പായിരുന്ന മിസോറാം നാഷണൽ ഫ്രണ്ടും തമ്മിലുണ്ടാക്കിയ ധാരണ പ്രകാരം അവിടെയുള്ള കോൺഗ്രസ് ഗവൺമെന്റിനെ പിരിച്ചുവിടുകയും പകരം ഭരണം, മിസോറാമിന്റെ ഭരണം മിസോറാം നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന MNF എന്ന് പറയുന്ന സംഘടനയ്ക്ക് കൊടുക്കുകയും ചെയ്തു. മിസോറാം നാഷണൽ ഫ്രണ്ടിന്റെ നേതാവാണ് ചീഫ് മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുകയുണ്ടായത്. അപ്പോൾ അതോടുകൂടി അവിടെയുള്ള ഇൻസർജൻസിക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുക. അപ്പോൾ മണിപ്പൂർ ഭരിക്കുന്നത് BJP സർക്കാരാണ്, കേന്ദ്ര സർക്കാരും BJP ആണ്. അപ്പോൾ ഈ 2 സർക്കാരുകൾ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ആക്ഷനിലൂടെ മാത്രമാണ് ഇതിലൊരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുക.